സത്യദൈവത്തിൽ നിന്ന് ഉളവായ ഒരാത്മാവാണ് നിങ്ങൾ. ഭൂമിയിൽ ഒരു ശരീരം ആവരണം ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. കാര്യം നിങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശ്വാസമാണ്. സത്യം നിങ്ങൾക്ക് ഉള്ളിലറിയാം. എന്നാൽ നിങ്ങൾ ഈ ഭൂമിയിൽ വന്നപ്പോൾ ആദ്യ മനുഷ്യനായ ആദാം പിശാചിൻ്റെ വഞ്ചനയാൽ തെറ്റിപ്പോയത് മുതൽ ആദാമിൻ്റെ സന്തതികൾ പാപം ചെയ്ത് അസത്യവും വ്യാജവും പറയുന്ന സാത്താൻ്റെ പ്രേരണയാൽ നുണ പറഞ്ഞ് വ്യാജത്തെ ചെയ്തും വ്യാജത്തെ സംസാരിച്ചും വഴിതെറ്റിപ്പോയ ഒരു തലമുറയിൽ, അനേക തലമുറകളുടെ ഇടയിൽ പാപലോകത്തിൽ ജനിച്ചു ചുറ്റുപാടുകളിൽ പാപവും അസത്യവും നുണയും നിറഞ്ഞെടുത്ത് നിങ്ങൾ സത്യദൈവത്തിൽ നിന്ന് വന്ന ഒരാത്മാവ് ജീവിക്കുമ്പോൾ നിങ്ങൾ ആ സാഹചര്യങ്ങളോട്, അസത്യത്തോട് ഇണങ്ങിച്ചേർന്ന് നുണയും വ്യാജവും ചെയ്യുകയും പറയുകയും ചെയ്ത് വ്യാജത്തിൽ രസിച്ച് മുന്നോട്ട് പോവുകയും അതിൻ്റെ ഫലമായ ഏറ്റവും നിത്യമായ പീഡനം, ദണ്ഡനത്തിലേക്ക് പോവുകയുമാണ്. നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും അതിലേ പോകുന്നവർ അനേകരും. എന്നാൽ നിങ്ങൾ അങ്ങനെ ഈ ലോകത്തിൽ മനുഷ്യൻ ഈ തിന്മയാണെന്ന് അറിയാം, തിന്മയാണെന്നും ദോഷമുള്ളതാണെന്നും അറിയാം, വ്യാജമാണെന്ന് ഉള്ളിൽ അറിയാം. എന്നാൽ ചില താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ആ വ്യാജത്തെ മറച്ചു വയ്ക്കിച്ചുകൊണ്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളെന്ന് പറയുന്ന ആത്മാവിന് എന്നേക്കുമായ ദോഷമാണ് വരുത്തി വയ്ക്കുന്നത്. വ്യാജത്തിന് ഈ പ്രപഞ്ചത്തിൽ നിലനിൽപ്പില്ല. വ്യാജത്തിനും തിന്മയ്ക്കും ശിക്ഷയുണ്ട്. അതുകൊണ്ട് അസത്യത്താൽ, നുണയാൽ നിങ്ങൾ താൽക്കാലികമായി സത്യത്തിൽ നിന്ന് നിങ്ങൾ അകന്നു നിന്നുകൊണ്ട്, സത്യം നിങ്ങൾക്കൊരു അസൗകര്യമാണ്, അതുകൊണ്ട് നുണയിൽ നിങ്ങൾ അഭയം പ്രാപിക്കുകയാണ്. സത്യം നിങ്ങളെ എക്സ്പോസ് ചെയ്യും, നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥയെ വെളിപ്പെടുത്തുകയും ചെയ്യുമല്ലോ എന്നോർത്ത്, വെളിച്ചം നിങ്ങളെ അനാവരണം ചെയ്യുമല്ലോ, നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടുമല്ലോ എന്നോർത്ത് ഇരുട്ടിനെ അഭയം പ്രാപിക്കുന്ന പോലെ സത്യം നിങ്ങളെ യഥാർത്ഥ അവസ്ഥയെ വെളിപ്പെടുത്താൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ അസത്യത്തിൽ അഭയം പ്രാപിക്കുകയാണ്. സത്യം നിങ്ങൾക്കൊരു അസൗകര്യമാണ്. സത്യദൈവം നിങ്ങൾക്കൊരു അസൗകര്യമാണ്. കാരണം സത്യദൈവത്തിൻ്റെ അടുക്കൽ വ്യാജമൊന്നും നടക്കുകയില്ല, തിന്മ നടക്കുകയില്ല, പാപം നടക്കുകയില്ല. പക്ഷേ ഈ അസത്യത്തിലും തിന്മയിലും അഭയം പ്രാപിക്കുന്നത് നിങ്ങളുടെ ആത്മാവിന് നിങ്ങളെന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ ശരീരമല്ല, ആത്മാവാണ്. ആ ആത്മാവ് ഒരിക്കലും മരണമില്ലാത്തതാണ്. ആ ആത്മാവിന് വരുത്തുന്ന നിത്യമായ ദോഷമാണ്. അപ്പോൾ അസത്യത്താൽ ആശ്വസിക്കപ്പെടുന്നത് ഒരിക്കലും ബുദ്ധിയല്ല. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി wounded by the truth than be comforted by a lie. സത്യത്താൽ മുറിവേൽക്കപ്പെടുന്നതാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത്, അസത്യത്താൽ ആശ്വസിക്കപ്പെടുന്നതിനേക്കാൾ. ഒരസത്യം നിങ്ങളെ താൽക്കാലികമായി ആശ്വസിപ്പിച്ചേക്കാം, നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥയെ മറച്ചു പിടിക്കാൻ സഹായിച്ചേക്കാം. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതൊന്നും മറഞ്ഞിരിപ്പില്ല. നിങ്ങളുടെ ആത്മാവ് എന്നേക്കുമായി ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ ചെയ്തതിന് തക്ക പ്രതിഫലം പ്രാപിച്ച് നിത്യമായ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. ഒരു ലോകത്തിൽ ക്രിസ്തു പറഞ്ഞു,
നാശത്തിലേക്ക് പോകുന്നവർ അനേകരും ആ വഴിയെ പോകുന്നവർ അനേകരാണ്. അവരെത്തിച്ചേരുന്ന നാശത്തിലാണ്. എന്നാൽ ജീവനിലേക്ക് പോകുന്ന വഴി ഇടുങ്ങിയതും അത് കണ്ടെത്തുന്നവർ ചുരുക്കവും അത്ര. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കി നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കും. എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വന്ന നിങ്ങളുടെ ആത്മാവ് എന്നേക്കുമായി ദൈവത്തിലേക്ക് തിരികെ ചെന്നു ദൈവത്തിൽ നിന്ന് നിത്യമായ പ്രതിഫലം പ്രാപിക്കേണ്ടവരാണ് നിങ്ങൾ. തിന്മയിൽ അഭയം പ്രാപിച്ച്, വ്യാജത്തിൽ അഭയം പ്രാപിച്ച് ഇടയ്ക്ക് വെച്ച് നശിച്ച് എന്നേക്കുമായ ആത്മാവ് ദണ്ഡനത്തിലേക്ക് പിശാചിനും അനുയായികൾക്കുമുള്ള ശിക്ഷയിലേക്ക് നിങ്ങളുടെ ആത്മാവ് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാര്യം നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങളെന്ന ആത്മാവ്, യു ആർ ക്രിയേറ്റഡ് ഇൻ ദ വെരി ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ രൂപത്തിൽ സാദൃശ്യത്തിലുമാണ് നിങ്ങളും ഞാനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ നശിച്ചു പോകാൻ, നിങ്ങൾ എന്നേക്കുമായി ശിക്ഷിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ അയച്ചത്, പാപത്തിന് ക്ഷമ തരുവാൻ. മനം തിരിഞ്ഞാൽ, മാനസാന്തരപ്പെട്ടാൽ ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ച് നമ്മുടെ ആത്മാവിനെ സത്യദൈവത്തിലേക്കും യഥാസ്ഥാനപ്പെടുത്തും. നഷ്ടപ്പെട്ടു പോയ പർദീസ നമുക്ക് തിരികെ ലഭിക്കും. നിത്യമായ ആനന്ദകരമായ ഒരു ജീവിതം ദൈവത്തോടൊപ്പം നയിക്കുവാൻ കഴിയും. അതുകൊണ്ട് അസത്യത്തിൽ അഭയം പ്രാപിക്കരുത്. അത് ദൈവം എക്സ്പോസ് ചെയ്യും. നിങ്ങൾ ലജ്ജിക്കാനിടയാവും. തിന്മയിൽ അഭയം പ്രാപിക്കരുത്. ദൈവം അത് താൽക്കാലികമാണ്. ദൈവം അത് വെളിപ്പെടുത്തും. നിങ്ങൾ ലജ്ജിക്കാനും ശിക്ഷിക്കപ്പെടുവാനിടയാകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ വരിക. ഞാൻ തെറ്റുകാരനാണ്, ഞാൻ പാപിയാണ്, ഞാൻ നുണ ചെയ്യുന്നവനും പ്രവർത്തിക്കുന്നവനുമാണ്, എന്നോട് കരുണ തോന്നി എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുകയും രക്ഷിക്കുകയും ചെയ്യും. യെസ്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് തൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായിട്ടാണ് ദൈവം പുത്രനായ ദൈവത്തെ ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ അയച്ചത്. അവനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല. അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ദൈവവുമായി നിരപ്പ് പ്രാപിക്കുവാനും ദൈവപുത്രൻ എന്ന സ്ഥാനം വീണ്ടെടുക്കുവാനും ദൈവത്തോടു കൂടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ശരീരം വിട്ടാൽ നിത്യമായ ജീവിതത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിക്കും. അതിനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ നിത്യമായ ജീവിതം ദണ്ഡനത്തിലും ശിക്ഷയിലുമാകാതിരിക്കട്ടെ, നിത്യ ആനന്ദത്തിലാകുവാനിടയാകട്ടെ. ജീസസ് ലവ്സ് യു.